അല്ല, ഇപ്പോൾ ഈ ഒരു ടീം പരസ്പരം ഇപ്പോഴും നല്ല ബന്ധം പുലർത്തുന്നുണ്ട്. ഇപ്പോൾ മോഹൻലാൽ ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം കാണുന്നതൊക്കെ കുറവാണ്. കാരണം ഇപ്പം മോഹൻലാലിൻ്റെ പടത്തിൽ പാടിയിട്ട് എത്രയോ നാളായിരുന്നു. ഇപ്പോൾ എല്ലാവരും ഇടയ്ക്ക് ഫേസ്ബുക്ക് വഴി പറഞ്ഞു മോഹൻലാൽ കാരണമാണ് ഞാൻ പാടിയത്. മോഹൻലാൽ കാരണം ഞാൻ ഒരു പാട്ടും ഞാൻ പാടിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പുള്ളിയുടെ കമലതലത്തിലും മറ്റേ ഇതുണ്ടല്ലോ, ഭരതത്തിലുമൊക്കെ ഞാൻ പാടുണ്ടല്ലോ. അപ്പം അങ്ങനെയൊന്നുമില്ല. അല്ല, അങ്ങനെ വിചാരിച്ചില്ലെങ്കിൽ തിരുവനന്തപുരത്തൊരു ഗ്യാങ് ഒരുമിച്ചങ്ങ് കയറി വന്നു എന്നുള്ളൊരു പ്രചരണമുണ്ട്. ഇതൊക്കെ സംഭവിക്കുന്നതാണ്. കാരണം ഇത് പ്രിയദർശൻ വന്നു, അശോക് കുമാർ വന്നു, ഇവർ രണ്ടുപേരും കൂടെ മോഹൻലാലിനെ സിനിമയിൽ അഭിനയിപ്പിക്കാൻ വേണ്ടി മഞ്ഞിലെഴിഞ്ഞ പൂക്കളിന് തള്ളിവിടുന്നു. മോഹൻലാൽ പറഞ്ഞു ഞാൻ പോകില്ല എന്ന് പറഞ്ഞതിൻ്റെ നീ പോകണമെന്ന് പറഞ്ഞ് പിടിച്ചു വിടുന്നു. അവസാനം തിരിച്ചു വരുന്നു, വില്ലനായിട്ട് വരുന്നു, അദ്ദേഹം വലിയ സൂപ്പർ സ്റ്റാർ ആവുന്നു. ഇതിനിടെ പ്രിയദർശൻ അരോമണിയുടെ അസോസിയേറ്റ് ആയിട്ട് പി ജി വിശ്വംഭരൻ്റെ സിന്ദൂര സന്ധ്യയ്ക്ക് ഭവനത്തിന് വേണ്ടി കാഠ്മണ്ഡുവിൽ പോകണു, തിരിച്ചു വരുന്നു. ഞങ്ങൾ തമ്മിലൊരു സിനിമ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നു, അഗ്നി നിലാവ്. അത് നടക്കുന്നില്ല. ആ സമയത്ത് സിനിമാ മോഹങ്ങളാണ് മുഴുവൻ മനസ്സിൽ. ആ സമയത്താണ് ഈ ഇത് വരുന്നത്, ഒരു പ്രിയനൊരു പടത്തിനൊരു ഓഫർ വരുന്നു. ആ പടത്തിൽ ഞാൻ പൂച്ചയ്ക്കൊരു മൂക്കുത്തി എന്ന് പറഞ്ഞിട്ട്, ആ പൂച്ചയ്ക്കൊരു മൂക്കുത്തിയിൽ ഉള്ള ഒരുപാട് പേരുണ്ട്. കിരീട ഉണ്ണി എന്നൊക്കെ പറയുന്നത് പൂച്ചയ്ക്കൊരു മൂക്കുത്തിയിൽ ഈ പേപ്പർ കാർട്ടൺ തൂക്കി നടക്കുന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചായ വാങ്ങിക്കാൻ പോയിട്ടുണ്ട്. ചായയും പഴപ്പോടെ വാങ്ങിച്ചുകൊണ്ട് വരുന്ന എൻ്റെ ജോലിയാണ്. അപ്പോൾ അന്ന് അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ സുരേഷ് കുമാർ വന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങളെല്ലാം കൂടി ചിത്രാഞ്ജലി അവിടെ കിടന്ന് ഉറങ്ങും. എൻ്റെ ചേട്ടൻ മ്യൂസിക്. അപ്പോൾ അങ്ങനെ ഒരു കൂട്ടുകുടുംബം പോലെ പൂച്ചയ്ക്കൊരു മൂക്കുത്തി ഇറങ്ങി സൂപ്പർ ഹിറ്റായി. അതിനകത്ത് 2 പാട്ട് ഞാൻ പാടി. പനി നീരുമാനം തെളിഞ്ഞല്ലോ, നിന്റെ പവിഴാധരത്തിൽ ചിരി വിരിഞ്ഞല്ലോ. പനി നീരുമാനം തെളിഞ്ഞല്ലോ, നിന്റെ പവിഴാധരത്തിൽ ചിരി വിരിഞ്ഞല്ലോ. ഇതൊന്നും ആരും കേട്ടിട്ട് പോലുമില്ല. പക്ഷേ അന്ന് ഇതായിട്ടുള്ള പാട്ടല്ലേ. എൻ്റെ കൂട്ടത്തിൽ പോകുന്നതാണ്. അപ്പോൾ അങ്ങനെ ധീംതര കിടന്നു. ഓർഡർ തമ്മ ആളറിയാൻ, പിന്നെ അയൽവാസി ഒരു ദരിദ്രവാസി. ഇപ്പം ഒരാൾ ഹെൽപ്പ് ചെയ്തു, ഒരാൾ ഹെൽപ്പ് ചെയ്തില്ല എന്നൊന്നും പറയേണ്ട കാര്യമില്ല. പാർട്ട് ഓഫ് ഇറ്റ്. പിന്നെ ഇത് കഴിഞ്ഞ് എല്ലാവരും ഒരു ഇതായപ്പോഴത്തേക്ക് പ്രിയൻ ഹിന്ദിയിലോട്ട് പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ ജോഷിയേട്ടൻ എല്ലാ പടത്തിലും വിളിച്ചു. കാരണം അവരോടൊക്കെ കടപ്പാടുണ്ട്. സിബി മലയാളിൻ്റെ പടങ്ങളിലെല്ലാം വിളിച്ചു. ഇതാരും റെക്കമെൻഡ് ചെയ്തിട്ടില്ല. ആ സമയത്ത് ഇറങ്ങിയ പാട്ടുകൾ വന്നപ്പോഴത്തേക്ക് കുറേ പാട്ടുകൾ എൻ്റെ കയറി ഹിറ്റായി. അപ്പോൾ എല്ലാ ഡയറക്ടേഴ്സും എന്നെ വിളിക്കാൻ തന്നു. ഡെന്നീസ് ജോസഫിൻ്റെ ഒരു പടത്തിൽ മുഴുവൻ പാട്ടും തന്നു.